കഴിഞ്ഞ ദിവസങ്ങളിൽ KKR ടീമിൻ്റെയും LHC ടീമിൻ്റെയും സ്ട്രെങ്തും വീക്ക്നെസ്സും അവരുടെ പ്ലേയിങ് 11 എല്ലാം നമ്മൾ പരിശോധിച്ചു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കണം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസ്. അതെ, കൂട്ടത്തിലെ കൊമ്പന്മാർ. 5 കിരീടമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ കയ്യിലിരിക്കുന്നത്. 2013, 2015, 2017, 2019, 2020 ടീമിന് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനെ രോഹിത് ശർമ്മയെ 2024 ടീമിലെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അവിടത്തേക്ക് ഗുജറാത്ത് ടൈറ്റൻസിൽ വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന അവരുടെ ക്യാപ്റ്റൻ 2023 അവർക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനെ മുംബൈയുടെ കൂടെ ചേർക്കുന്നു. എന്നാൽ പെർഫോമൻസ് നോക്കുമെങ്കിൽ 10ാം സ്ഥാനക്കാരായി ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതുമാത്രമല്ല, എത്രമാത്രം അപമാനം സഹിച്ച് ഹാർദിക് പാണ്ഡ്യയ്ക്ക് എനിക്ക് തോന്നുന്നു വാങ്കഡയിൽ കളിക്കാനേ കഴിഞ്ഞില്ല. സ്വസ്ഥമായിട്ടൊന്ന് കളിക്കാനേ മനുഷ്യന് കഴിഞ്ഞില്ല. ഹാർദിക് പാണ്ഡ്യ കാണുമ്പോഴെല്ലാം രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കി. പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കാൻ 2024 ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞില്ല. ഈ വാങ്കഡയിലെ ഫാൻസ് എല്ലാം വിളിച്ച് കളിയാക്കുമ്പോൾ മാനേജ്മെന്റിന് പോലും ഒന്ന് സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ കഴിയാത്തൊരു സാഹചര്യം. രോഹിത് ശർമ്മ പരിശോധിക്കുകയാണെങ്കിലും 2024 IPL രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമേ ഉണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം 2024 IPL ഒരു നല്ല വർഷമല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യ ജൂലൈയിൽ T20 വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു. അവിടെ പോയി രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്നായാലും ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൽ നിന്നാലും ബോളിൽ നിന്നാലും നല്ലൊരു പെർഫോമൻസ് വരുന്നു. ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കുന്നു. അതേ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് ഇവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നു. ആ ചടങ്ങിൽ രോഹിത് ശർമ്മ പറയുന്നു, ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടറിന്റെ പെർഫോമൻസ് വേൾഡ് കപ്പ് നേടിത്തരാൻ ടീമിനെ ഒരുപാട് സഹായിച്ചു എന്ന്. അത് കേട്ടതും വാങ്കഡയിലെ കാണികൾ ഒന്നടങ്കം എണീച്ചതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ എന്ന് വിളിക്കുന്ന ഒരു കാഴ്ച എല്ലാവരും സംബന്ധിച്ചോളം അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. നമുക്കെല്ലാവരുടെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയോട്. പക്ഷേ എന്നാൽ 2024 T20 വേൾഡ് കപ്പിലെ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഡിറ്റർമെന്റ്, ആ ഒരു പെർഫോമൻസ് നമ്മളെ ആ മനുഷ്യനോടുള്ള ആ വെറുപ്പ് അങ്ങ് മാറ്റി. ആ വാങ്കഡെ സ്റ്റേഡിയം ഒന്നടങ്കം ആ മനുഷ്യനെ ആദരിക്കുന്നത് കണ്ടു. കളിയാക്കി വിളിച്ചവര് രോഹിത് ശർമ്മയുടെ ആ പകുതി പോലും നീ ആയിട്ടില്ല, രോഹിത് ശർമ്മയോളം നീ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവര് ഹാർദിക് പാണ്ഡ്യ എന്ന് ആർത്ത് വിളിക്കുന്നത് കണ്ടപ്പോഴത്തേന് ഉള്ളിൽ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ആ ഒരു പന്നക്കാലം ഹാർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം കഴിഞ്ഞെന്ന് പറയണം. 2025 അവർ പരിശോധിക്കുമ്പോൾ രോഹിത് ശർമ്മ എന്ന 2 ടൈറ്റിൽ ICC ഇവന്റ് ജയിച്ച ക്യാപ്റ്റൻ അവരുടെ കൂടെ ഉണ്ട്. പെർഫോമൻസ് നോക്കുമെങ്കിൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ നോക്കുവാണെങ്കിൽ അവസാനത്തെ മത്സരത്തിൽ 76 റൺസ് എടുത്തു. ബാക്കിയുള്ള മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല. എന്നാൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇനി T20 പുള്ളി വിരമിക്കുന്നു. ഇനി IPL മാത്രമേ കളിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത ഇന്ത്യ കളിക്കാൻ പോകുന്ന ജൂലൈയിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റിലാണ്. എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മ ടെസ്റ്റിൽ ടീമിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയും. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. ടീമിന് നല്ലൊരു തുടക്കം മാനേജ്മെന്റും അതേ ആഗ്രഹിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ ഒരു 5-10 ഓവർ നിൽക്കുവാണെങ്കിൽ ടീമിന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്, ടീമിന് കിട്ടുന്ന ഒരു മൈലേജ് ഏറ്റവും വലുതായിരിക്കും. ഒരു നല്ല സ്കോറിലേക്ക് ടീമിനെ കൊണ്ടെത്തിക്കാൻ രോഹിത് ശർമ്മ എന്ന അഗ്രസീവ് ബാറ്റർക്ക് കഴിയും. രണ്ടാമത് നമ്മളോട് പരിശോധിക്കേണ്ട ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനെ കുറിച്ചാണ്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം 2024 IPL ഹാർദിക് പാണ്ഡ്യ മറക്കുക. ഈ പ്രാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്കും കഴിയും. ഏകദേശം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ പരിശോധിക്കുമ്പോഴത്തേന് സാംബയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന അടി കണ്ടു കഴിയുമ്പോൾ അതേ പെർഫോമൻസ് IPL കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഈസിയായി 2025 കപ്പ് ലോഡിംഗ് എന്ന് എഴുതി കാണിക്കേണ്ടി വരും ചിലപ്പോൾ മുംബൈക്ക് വേണ്ടി. അത്രമാത്രം ഒരു സ്ട്രോങ്സ്റ്റ് ടീമാണ്, അത്രമാത്രം ഒരു സ്ട്രോങ് ക്യാപ്റ്റനും കൂടെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു പെർഫോമൻസും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായും ടീമിന് ഒരു കപ്പടിച്ചു കൊടുക്കാൻ കഴിയും. പിന്നെ പരിശോധിക്കേണ്ടത് സൂര്യകുമാർ യാദവ്. ചില കൺസേൺ ഉണ്ട്. സൂര്യകുമാർ യാദവിന്റെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ അത്ര നല്ല ഫോമല്ല. 2024 പുള്ളിയുടെ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ 25.94 മാത്രമാണ് പുള്ളിയുടെ ആവറേജ്. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന T20 ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നടന്ന T20 പുള്ളിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് പറയണം. പക്ഷേ സൂര്യകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏതു സമയം തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. നല്ലൊരു പെർഫോമൻസ് ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ സൂര്യകുമാറിന് കഴിയണം. എന്നാൽ മാത്രമേ മുംബൈക്ക് അടുത്ത 6ാമത്തെ ട്രോഫി ജയിക്കാൻ കഴിയത്തുള്ളൂ. നല്ലൊരു പെർഫോമൻസ് സൂര്യകുമാറിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
പിന്നെ പരിശോധിക്കേണ്ടത് തിലക് വർമ്മ. തിലക് വർമ്മയെ സംബന്ധിച്ചോളം സൗത്ത് ആഫ്രിക്കയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാക്ക് ടു 2 സെഞ്ചുറിയൊക്കെ അടിച്ചു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ അത്രമാത്രം ആ ഫോം തിലക് വർമ്മയ്ക്ക് ഉണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ സംശയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിലക് വർമ്മയുടെ ഫോമിൽ ചെറിയ കൺസേൺ ഉണ്ട്. തിലക് വർമ്മ നമ്പർ 3-യിലാണോ ഇനി നമ്പർ 4-ലാണോ കളിക്കുന്നതെന്ന കാര്യത്തിലും സംശയമുണ്ട്. അറിയില്ല. തിലക് വർമ്മയെ സംബന്ധിച്ചുള്ള ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെ ആണെന്ന് പറയണം. പിന്നെ അവർ പരിശോധിക്കുകയാണെങ്കിൽ ബോളർമാരെ ഈ പ്രാവശ്യം ടീമിലേക്ക് അവർ ആഡ് ചെയ്ത ട്രെന്റ് ബോൾട്ട് ന്യൂസിലാൻഡ് ടീമിൽ കളിക്കുന്നില്ല എങ്കിലും ട്രെന്റ് ബോൾട്ടിന് നമുക്ക് എഴുതി തള്ളാൻ കഴിയത്തില്ല. നല്ല ഒരു ബോളറാണ്. അവിടെ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു അവർ ബുംറയും ട്രെന്റ് ബോൾട്ടും തമ്മിൽ ഓപ്പണിംഗ് ബോളിംഗ് ചെയ്യാനായിരിക്കും ചാൻസ്. പക്ഷേ ബുംറയുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ട്. എന്ത് തന്നെയായാലും ബോൾട്ട് എനിക്ക് തോന്നുന്നു പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളർമാരിൽ ബോൾട്ട് 1ാം സ്ഥാനത്താണ്. 59 വിക്കറ്റ് പുള്ളിക്ക് പവർ പ്ലേയിൽ കിട്ടിയിട്ടുണ്ട്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു പെർഫോമൻസ് ബോൾട്ടിന് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സീരീസിൽ. പിന്നെ പരിശോധിക്കേണ്ടത് ചഹാറിനെ സംബന്ധിച്ചോളം 9.25 കോടി കൊടുത്ത് ടീമിനൊപ്പം ചേർത്ത വ്യക്തിയാണ്. ഈ ചഹാറും ഹാർദിക് പാണ്ഡ്യയും ഒരേ കാറ്റഗറിയിലുള്ള പ്ലെയറാണ്. എപ്പോഴാണ് ഇഞ്ചുറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. 14 കളി ഉണ്ടെങ്കിൽ 14 കളിയും ടീമിനൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചഹാറിൻ്റെ കാര്യത്തിൽ സംശയമാണ്. ചഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറിയുടെ പിടിയിലാവുന്ന ഒരു പ്ലെയറാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പവർ പ്ലേയിൽ ഏകദേശം 57 വിക്കറ്റോളം എടുത്തിട്ടുണ്ട്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ചഹാർ. അറിയില്ല ബുംറ ടീമിലേക്ക് കടന്നു വരുമ്പോൾ ചഹാർ ടീമിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ബുംറയുടെ പകുതിയോളം മത്സരങ്ങൾ ബുംറ കളിക്കത്തില്ലെന്നാണ് കേട്ടത്. ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ബോൾട്ടും ചഹാറും തന്നെ ആയിരിക്കാം ബോൾ ചെയ്യാൻ ചാൻസ് കൂടുതൽ. പിന്നെ അവരുടെ പരിശോധിക്കേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ബുംറയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ BGT കൊണ്ട് കളിപ്പിച്ച് ആ മനുഷ്യനെ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയണം. ഇനി ആ മനുഷ്യൻ ഏത് സമയത്താണ് എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും പറയാനില്ല. പകുതിയോടെ ചേരുമെന്ന് പറയുന്ന ടീമിനൊപ്പം എന്നാൽ സംശയമുണ്ട്. BGTയിൽ 5 മത്സരങ്ങൾ ഇന്ത്യ 2 സ്പിന്നറുമായിട്ട് അവിടെ പോകുന്നത്. BGTയിൽ പോയിട്ട് ആസ്ട്രേലിയയിലോട്ടുള്ളൊരു പിച്ചിൽ ഒരു 4 ഫാസ്റ്റ് ബോളറുമായിട്ട് പോയിരുന്നെങ്കിൽ ആ ഒരു പ്രഷർ ബുംറയ്ക്ക് തൻ്റെ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കാൻ കഴിഞ്ഞേനെ. ബോളിംഗ് റൊട്ടേഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞേനെ. ബാറ്റിംഗ് സ്ട്രെങ്ത് കൂട്ടുകയാണെങ്കിൽ 8ാം നമ്പർ വരെ ബാറ്റിംഗ് വേണമെന്നുള്ള പിടിവാശിയിൽ നമുക്ക് നല്ലൊരു പ്ലെയറിനെ എന്തായാലും IPL നഷ്ടപ്പെട്ടു. പുള്ളി എന്തായാലും തിരിച്ചു വരുമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഏകദേശം ഒരു 7-8 മാച്ചെങ്കിലും അല്ലെങ്കിൽ ഒരു 5-6 മാച്ചെങ്കിലും ടീമിന് വേണ്ടി കളിക്കാൻ ബുംറയ്ക്കാവട്ടെ. ബുംറയെ സംബന്ധിച്ചിടത്തോളം ഏത് ടീമിൻ്റെ സ്വപ്ന 11-ൽ പ്രതീക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ബുംറ ടീമിലുണ്ടെങ്കിൽ ടീമിന് കിട്ടുന്ന ഒരു മൈലേജ് ഒരു വേറെ ലെവൽ തന്നെ ആയിരിക്കാം. പിന്നെ നമ്മൾ പരിശോധിക്കുന്നത് സാർണറാണോ മുജീബാണോ എന്ന്. ഞാൻ വിചാരിക്കുന്നു സാർണറിലേക്ക് പോകാനായിരിക്കും ചാൻസ്. 2 വിദേശ സ്പിന്നറുമായിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ടീമിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അത് ചിലപ്പോൾ ആ ടീമിൻ്റെ ബാലൻസിനെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാർണർ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ, ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻ, ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിനെ ഫൈനലിൽ വരെ എത്തിക്കാൻ സാർണറിൻ്റെ റോള് വലുതായിരുന്നു. സാറിനെ സംബന്ധിച്ചുള്ള നല്ലൊരു ഓപ്ഷനാണ് സ്പിൻ ബോളിങ്ങിൽ. പിന്നെ പ്രത്യേകിച്ച് 8ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനും സാറിന് കഴിയും. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഈ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാലൻസിങ് സൈഡ് തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ബോൾട്ട്, സാർണർ, റിക്കിൾട്ടൺ ഇങ്ങനെയുള്ള പ്ലെയറൊക്കെ ടീം നിലനിൽക്കുമ്പോൾ ഇവർക്കൊരു കപ്പ് അടിക്കാതെ പോകുന്നത് ഏറ്റവും വലിയൊരു മോശം തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ടീമിനെ ഫൈനലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫൈനലിൽ കളിക്കാൻ യോഗ്യത നേടുന്ന ഒരു ടീമിൽ മുംബൈ ഇന്ത്യൻസ് എന്തായാലും ഈ പ്രാവശ്യം ഉറപ്പായിട്ടും കാണും.